500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തു? കാര്യം പറയടാ. ഈ സിനിമ ഇറങ്ങിയ പിന്നെ എടുത്ത് വേണ്ടടാ 500 പോകുന്നതാ. 500 ഏറ്റവും വലിയ ദേഷ്യം വരുമ്പോ അത് ഈ സിനിമയ്ക്ക് ഈ ഇന്നസെന്റ് തന്നെ അടിക്കുന്ന സീനുണ്ട്. ഇന്നസെന്റ് പുറത്ത് എന്തൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അഥവാ കൊണ്ടാലും ഡമ്മി വടിയാ, അഥവാ കൊണ്ടാലും പറ്റാതിരിക്കാൻ വേണ്ടി ജിബായ്ക്കകത്ത്. അത് ശരി, അടിച്ചതിനെ പിടിക്കാൻ എല്ലാവരും ഉണ്ട്, അടി കൊണ്ടെടുത്ത് കിടക്കുന്ന. അപ്പം ഇത് അച്ഛനിലേക്ക് വന്നതെന്ന് വെച്ചാൽ വേറെ പലരുടെയും പേര് ആദ്യം വന്നായിരുന്നു. അപ്പം ക്യാമറ വേണു അത്രേ പറഞ്ഞത്. ഇങ്ങനെ പാർട്ടിയുണ്ട് കോട്ടയത്ത്, പക്ഷേ പുള്ളി വരുമോയെന്നറിയാൻ മേല. ഞാൻ അഭിനയിക്കുന്ന പ്രശ്നമില്ല, ഇനി ഞാൻ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങില്ല. അന്ന് മദ്യപാനം നിർത്തി, പിന്നെ കുടിച്ചിട്ടില്ല. ഷൂട്ടിങ് തുടങ്ങുന്നവരെ തൊട്ടിട്ടില്ല. ഒരിക്കലും ദൈവത്തെ വിളിക്കാത്ത അച്ഛന് ഞാൻ ഈ ഇടിമിന്നലിലും ഈ ഭൂമിയുടെ ഈ മാറ്റത്തിലുമൊക്കെ ഒരു എവിടെയോ ദൈവത്തിനെ കണ്ടുപോയോന്ന് ഞാൻ സംശയിച്ചു. മനസ്സിലായി. അത് ഈ ഗോഡ് ഫാദർ അഭിനയിക്കാൻ കാര്യം ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും അതിനുശേഷം ഇത്രയും വർഷം 91-ലായിരുന്നു അല്ലേ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അതിലേക്ക് വരാൻ കാര്യം തന്നെ. അതിന് മുമ്പ് എല്ലാം റിട്ടയർ ചെയ്തല്ലോ. റിട്ടയർ ചെയ്തു. അപ്പം അതിന് ഈ സിദ്ദിഖ്ലാൽ അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പച്ചൻ ഒരു ദിവസം ട്രെയിനിൽ, അല്ലല്ല മറ്റേ അപ്പച്ചൻ സർഗയത്ര എന്നെ ട്രെയിനെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കുട്ടേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ അഭിനയിക്കുമോ? ഞാൻ അച്ഛൻ അഭിനയിക്കാൻ തോന്നുന്നില്ല. അതിന് അല്ല നമുക്കൊരു നല്ല വിശ്രമ ജീവിതത്തിൽ അച്ഛൻ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഗംഭീര ക്യാരക്ടർ, അത് അച്ഛൻ ചെയ്താലും ഗംഭീരമായിക്കെന്ന് പറഞ്ഞത്. ഞാൻ സിദ്ദിഖിനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സിദ്ദിഖ് എന്നോട് ഇത് ഏകദേശം ഒരു രൂപം പറഞ്ഞു, ക്യാരക്ടറും. അപ്പച്ചനല്ലേ ഇത് പറയുന്നത്? അപ്പച്ചൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞാണ് സിദ്ദിഖ് എന്നോട് ചോദിച്ചു. അപ്പം എൻ്റെ കഥ പറയാം, സിദ്ദിഖ് പറയുമെന്ന് പറഞ്ഞു. അപ്പം സിദ്ദിഖ് ഞാൻ നല്ല പരിചയമാണ്. റാംജിറാവു വിയറ്റ്നാം കോളനി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ. അപ്പോൾ എന്നോട് ഇങ്ങനെ കൂട്ടാ ഇതാണ് സംഭവം. അപ്പോൾ കഥ പറഞ്ഞപ്പം ഭയങ്കര രസം തോന്നി. അപ്പോൾ ഇത് അച്ഛനിലേക്ക് വന്നതെന്ന് വെച്ചാൽ വേറെ പലരുടെയും പേര് ആദ്യം വന്നായിരുന്നു. അപ്പം ക്യാമറ വേണു അത്രേ പറഞ്ഞത്. ഇങ്ങനെ പാർട്ടിയുണ്ട് കോട്ടയത്ത്, പക്ഷേ പുള്ളി വരുമോയെന്നറിയാൻ മേല. കുട്ടനെ പിടിച്ച കാര്യം നടക്കുമെന്നൊക്കെ പറഞ്ഞ് വേണു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഞാനിത് വന്ന് പതുക്കെ അച്ഛനോട് എൻ്റെ ഒരു ശകലം കൂട്ടിയൊക്കെ പറഞ്ഞു. അച്ഛൻ കാരണം ചിരിച്ചു. ആ ക്യാരക്ടർ കേട്ടപ്പോഴേ അഭിനയിച്ചൂടെ അച്ഛൻ? എനിക്ക് ഞാൻ പറഞ്ഞു നോക്കാം, ഒന്ന് കേട്ട് നോക്കാം. എന്നാൽ കേട്ട് നോക്കാം അല്ലേ, പിന്നെ ചുമ്മാ ഇരിക്കല്ലേ. ഇത് നമ്മൾ ഞാൻ എന്നെപ്പോലൊക്കെ വിചാരിച്ചാൽ മതി. അവരെ പിള്ളേരെ അച്ഛൻ്റെ വേറെ സ്വാതന്ത്ര്യത്തിലൊന്നും കൈകടത്തുക അങ്ങനെയൊക്കെ. അപ്പം നോക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ അമ്മ സുഖമില്ലാതായത്. സുഖം മുമ്പേ പറഞ്ഞില്ലേ, അമ്മ പെട്ടെന്ന് ഒരു മാർച്ച് മാസം 28-ാം തീയതി അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിയുന്നു. പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഒരാരോഗ്യ പ്രശ്നമില്ല. അമ്മ അങ്ങനെ പയറ് പോലെ നടക്കുക. എല്ലാ വീട്ടുകാരെയൊക്കെ നോക്കും. പശുവുണ്ട് അമ്മയ്ക്ക്. ആ പശുവിന് അവസാനം പുല്ല് കൊടുത്തിട്ട് അമ്മ വൈകുന്നേരം കിടക്കാൻ പോകുള്ളൂ. അങ്ങനെ ആക്റ്റീവായതാണ്. പെട്ടെന്ന് ഒരു മറവി. അത് ഒരു 4-5 ദിവസം കൊണ്ടാണ്. അപ്പം എന്നെ വിളിച്ച്, ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അടൂർ. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോൾ എന്നെ നീ വന്നിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാറേൽ അമ്മ കയറ്റാൻ നോക്കിയപ്പോൾ കയറാൻ അറിയില്ല. കാല് ഇങ്ങനെ കയറണ്ട, അതിന് വരെ അമ്മ ക്രോസ് ചെയ്ത് കാല് വയ്ക്കും. അങ്ങനെ പലതും അറിയില്ല. അപ്പം സ്കാൻ ചെയ്യാൻ ഇവിടെ പോയി, എറണാകുളത്ത് ലിസിയിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് തലച്ചോറിനെ ബാധിച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് അമ്മ കിടപ്പായിപ്പോയി. പക്ഷേ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ അച്ഛനിത് ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനമ്മ ഇങ്ങനെ പ്രണയിച്ച കല്യാണം കഴിച്ചത് ഇതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം. അച്ഛനും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇത്രയും വലിയ ഇവർ തമ്മിലൊരു ആത്മബന്ധം നമുക്കറിയില്ല. അച്ഛന് ഭയങ്കര ഷോക്കായത്. പിന്നെ അമ്മ ആ അച്ഛൻ അമ്മയുടെ കൂടെ കിടക്കുന്ന കട്ടിലേൽ. അപ്പോൾ അമ്മ മൂത്രമൊക്കെ പോകും. അപ്പോൾ അതിന് ഇത് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതിനകത്ത് അവിടെ അങ്ങേപ്പുറത്ത് കിടക്കും. എന്നും അമ്മയുടെ കൂടെ കിടക്കും. ഭയങ്കര വല്ലാത്തൊരു അച്ഛന് ഭയങ്കര മാറ്റമായിരുന്നു അത്. അതുവരെ ഇത്രയും ധീരനായിട്ടിരുന്ന മനുഷ്യന് ഒറ്റയ്ക്ക് അതുവരെ കിടന്നുകൊണ്ടിരുന്നത് അല്ല. അച്ഛൻ്റെ മറ്റേതല്ല, ഈ ഒരു ഇങ്ങനെ ചേർന്ന് കിടക്കുക. അച്ഛൻ്റെ കിടപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയത്. അങ്ങനെ അമ്മയ്ക്ക് അച്ഛൻ ആരാ ഒന്നും അറിയില്ല. ഒരാൾ. ഇനി അത് കഴിഞ്ഞ് അതും അറിയാൻ മേലാതെ. അതൊരു 10-15 ദിവസമേ ഒരാളെന്നൊക്കെ പറഞ്ഞു. പിന്നെ വിഷുവിൻ്റെ അന്ന് ഒരു ഏപ്രിൽ 14 എന്തോ രാവിലെ കഴിച്ചു.
അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ എല്ലാം ട്യൂബിൽ കൂടെയും ഒന്നും അറിയില്ല, ഇറക്കാൻ അറിയണ്ടേ, വെള്ളം ഇറക്കാൻ വേണം. പക്ഷെ അച്ഛൻ അടുത്തൊന്നും മാറിയിട്ടില്ല. പിന്നെ അതൊരു മരിക്കുന്നത് 21-ാം തീയതിയാണ്, 23-ാം തീയതി. രാജീവ് ഗാന്ധി മരിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ രാത്രി വെളുപ്പാങ്കാലം അപ്പോൾ ഇതിലേക്ക് അനൗൺസ് ചെയ്തുകൊണ്ട് പോയി രാജീവ് ഗാന്ധി കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം മൈക്കിൻ്റെ ശബ്ദം കേട്ട് അപ്പം ഞാനന്ന് മുകളിൽ വെറും പുറത്ത് കിടക്കും, ഈ തൊട്ടടുത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ കഴിഞ്ഞൊക്കെ വേണ്ട. കറണ്ട് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഇടിവെട്ടി മഴ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ ടോർച്ചൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്താ അച്ഛൻ, അല്ലടാ ചിലപ്പോഴേ ഈ ഇടിവെട്ടും ഇങ്ങനത്തെ ഈ ചില കലാമിറ്റിയൊക്കെ ഉണ്ടാകുമ്പോഴേ ചിലപ്പോൾ അവൾ ഭേദമായെങ്കിലോ. മനസ്സിലായി. ഒരിക്കലും ദൈവത്തെ വിളിക്കാത്ത അച്ഛന് ഞാൻ ഈ ഇടിമിന്നലിലും ഈ ഭൂമിയുടെ ഈ മാറ്റത്തിലുമൊക്കെ ഒരു എവിടെയോ ദൈവത്തിനെ കണ്ടുപോയോന്ന് ഞാൻ സംശയിച്ചു. മനസ്സിലായി. അച്ഛൻ്റെ അത് നിപ്പ ഭയങ്കര തന്നെ. അല്ല ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ സംഭവിച്ചു. ഒരു മാറ്റമല്ലേ ഈ പ്രകൃതിയും മനുഷ്യരായിട്ടുള്ള ബന്ധമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയെങ്കിലും അമ്മ എഴുന്നേറ്റ് വരും എന്നൊരു ബോധം ഇങ്ങനെ കിടക്കുക മനസ്സിൽ. അങ്ങനെ 23 അമ്മ മരിച്ചു. രാവിലെ അമ്മ മരിച്ചു. അച്ഛൻ അടുത്ത് ചെന്നു. പിന്നെ കുറച്ച് നേരം മിണ്ടാതിരുന്നു. അപ്പം നല്ല അടിയാണ്. രാവിലെ മോന് കഴിക്കും, ഭക്ഷണമില്ല. പിന്നെ ഇപ്പോൾ കൂടിയതാണ് ഈ അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം. അസുഖം വന്ന പിന്നെ അതിന് മുമ്പ് അല്ല, അത് അച്ഛൻ വളരെ കുറച്ച് കഴിക്കുള്ളൂ. ഒരു വരി പോലും ഒരു എഴുത്ത് പോലും എഴുതില്ല കള്ളു കുടിച്ചിട്ട്. അത് കഴിക്കാൻ ഒരിക്കലും അച്ഛൻ ഓവറായിട്ട് ഞാൻ കണ്ടില്ല. മദ്യപിച്ച് ഒരു ബഹളം വയ്ക്കുക അല്ലെ വർത്തമാനം ഒന്നുമില്ല. അത് വലിയ രസത്തിന് ഇന്ന് കഴിക്കും. അത് കഴിഞ്ഞ് അമ്മ ബോഡി താഴോട്ട് പോകുന്നു. അപ്പം അച്ഛൻ പിന്നെ ചടങ്ങൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൂവിടാനൊക്കെ. ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് കാണുകയേ വേണ്ടെന്ന് പറഞ്ഞു അവളെ. അപ്പം ഞങ്ങളൊക്കെ നിർബന്ധിച്ചു. ആൾക്കാരൊക്കെ നാട്ടുകാരെല്ലാം ഉണ്ട്. ചൂടി ഞാൻ ആ പുകച്ചുള്ളിലൂടെ അവളെ കണ്ടവളാന്ന് പറഞ്ഞിട്ട് ആ ജനലെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതൊരു പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞു. പിന്നെ അച്ഛനങ്ങനെ ഭയങ്കരമായിട്ടും ഡൗണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഗൗട്ടെന്ന സൂക്കറുണ്ട്, കാല നീരും അതും അതിന് ഭയങ്കര യൂറിക് ആസിഡ് കൂടി ഭയങ്കര വേദനയാണ്. അത് പിന്നെ ഞാൻ ഇനി പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 10-20 ദിവസമായി ചടങ്ങെല്ലാം കഴിഞ്ഞ് മറ്റേ അടിയന്തരമൊക്കെ കഴിഞ്ഞു. അപ്പോഴെന്നെ സിദ്ധിക്ക് വിളിച്ചു. ഓട്ടാ ഞങ്ങളെ അങ്ങോട്ട് സാറിനോട് ആ സ്ക്രിപ്റ്റൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി അച്ഛൻ ഇത് കേട്ടത് മാറ്റം വരുമല്ലോ. അപ്പം ഇന്ന് ലാൻഡ് ഫോണാണ്. ഞാൻ സിദ്ധിക്ക ശരി. അപ്പം നല്ല മഴയുണ്ടെന്ന്. മഴ മാത്രമല്ല വെള്ളമുണ്ട് ഈ റോഡിലൊക്കെ. അന്ന് ഈ റോഡ് താഴ്ചയായിരുന്നു. അപ്പം ഞാൻ സിദ്ധിക്കോട് ഞാൻ വന്നാ പോരെ എന്ന് പറഞ്ഞു. സിദ്ധിക്കും ലാലും അപ്പച്ചനുണ്ടെന്ന്. ഓ ഞാനിന്ന് വലിയ കാര്യമായിട്ട് അച്ഛാ പിന്നെ സിദ്ധിക്കും ലാലും കൂടെ വരുന്നത് എന്തിനാ മറ്റെല്ലാം ഇവിടെ കഥ പറയാൻ വേണ്ടി. ഏത് കഥ? നമ്മൾ സിനിമ ഞാനോ ഞാൻ അഭിനയിക്കില്ല. വേറെ ഞാൻ പറഞ്ഞു അച്ഛാ അത് ഇങ്ങനെ ഞാൻ അഭിനയിക്കുന്ന പ്രശ്നമില്ല, ഇനി ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങില്ല. ഞാൻ പറഞ്ഞു നീ പറഞ്ഞു വേണ്ടി തിരിച്ച് വിളിച്ച് പറയാൻ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ കയ്യും കാലും പിടിച്ചു. ഞാൻ പറ്റി ചിറ്റയോട് പറഞ്ഞു. ചിറ്റ എന്ന് പറഞ്ഞു മതി. ആ ദേഷ്യം വന്നു. ഒരെണ്ണം കൂടെ എടുത്ത് ഒഴിച്ചു അടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് സിദ്ദിഖിനെ വിളിച്ചു. സിദ്ദിഖെ ഒരു കാര്യം പ്രശ്നമുണ്ട്, ഇവിടെ വഴിയും മുഴുവൻ വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ വരാൻ പറ്റില്ല, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വാ. ഇത് ഇപ്പം അപ്പോൾ ഈ ബെല്ല് കുറേ നേരം അടിച്ച ശേഷം എടുത്തത്. അപ്പോൾ സിദ്ദിഖ് അയ്യോ കുട്ടാ ഞങ്ങൾ ഇറങ്ങി, എവിടെ ഇറങ്ങിയ ബെല്ല് കേട്ടിട്ടാണ് ഇപ്പം തിരിച്ചു കയറിയത്. ഈ എന്താണ് ഇറങ്ങിയതല്ലേ, എന്താണ് നീന്തിയിട്ടാണ് ഞങ്ങൾ വരുവോടെ. അപ്പം ഞാൻ കുറേ വെള്ളമുണ്ട്, ആ കുഴപ്പമില്ല ഞങ്ങൾ നീന്തി വന്നോളാം. ഞാൻ ചെന്ന് പിന്നെ ഞാൻ അച്ഛൻ്റെ കാലെ പിടിക്കുന്നു. അച്ഛാ പ്ലീസ് അച്ഛൻ അഭിനയിക്കേ വേണ്ട, എനിക്ക് വേണ്ടി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ലേ, എൻ്റെ കൂട്ടുകാരല്ലേ അവർ, എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് അച്ഛൻ കേട്ടിട്ട് ശരി എന്നുകൊണ്ട് പിന്നീട് ഞാൻ പറഞ്ഞു അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, അച്ഛൻ ഞാൻ പറഞ്ഞോളാം, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഇതൊന്ന് കേട്ടാൽ മതി അച്ഛൻ. ഏറ്റവും വലിയ ദേഷ്യം വരുമ്പോൾ അത് ഈ സിനിമയ്ക്ക് അങ്ങനെ പറഞ്ഞു. എനിക്ക് സമാനമായി. അങ്ങനെ അവർ ശരിക്കും നീന്തിയാണ് വന്നത്, വണ്ടി മുഴുവൻ പരികലും കണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഈ ആൾക്കാർ വന്നാൽ അതൊക്കെ യോഗ്യനാണ്. പിന്നെ കാലൊന്നും അനക്കാൻ ഭയങ്കര നീരുണ്ട്, ഇങ്ങനെ കട്ടിലെ തന്നെ പൊക്കി വെച്ച്
ഈ കിടക്കുക. അവർ വന്നപ്പം അപ്പം ഞാൻ കസേരയൊക്കെ അച്ഛൻ്റെ ബെഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് 3 കസേര ഇട്ടു, അവിടെ ഇരുന്നു. പിന്നെ വളരെ കൂളായിട്ട് കഥ അങ്ങനെ അവർ സ്ക്രിപ്റ്റ് വായിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ എഴുന്നേറ്റൊക്കെ ഇരുന്നു. ഈ ചാരി ഇരുന്ന ആളിങ്ങനെയൊക്കെ ഇരുന്നു. മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അല്ല നിങ്ങൾ എന്നെ ഇതിനകത്ത് വിളിക്കാൻ കാര്യം എന്താ? സിദ്ദിഖൊക്കെ ഒന്ന് കുഴഞ്ഞ് പറയണമെന്നറിയാം. സിദ്ദിഖും അല്ല, സത്യം പറഞ്ഞാൽ സാറിൻ്റെ ഇമേജ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി, അതാണ് സാറൊന്ന് ചെയ്തു തരേണ്ടത്. ഇപ്പോൾ ഒരു ഒറ്റ ചിരിച്ചു. അന്ന് മദ്യപാനം നിർത്തി, പിന്നെ കുടിച്ചിട്ടില്ല. ഷൂട്ടിങ് തുടങ്ങുന്നവരെ തൊട്ടിട്ടില്ല. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ പറ്റാ ഷൂട്ടിങ് തുടങ്ങിയത്. പിന്നെ സത്യം പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായി. ഒരു വലിയ അല്ലെങ്കിൽ നേരത്തെ മരിച്ചു. അയ്യോ പിന്നെ അതുപോലെ തകർന്നു. അത് പറഞ്ഞാന്ന് മനസ്സിലായി. പറഞ്ഞില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് അഡമൻ്റായിട്ട് നിൽക്കുക, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ചില ഷൂട്ടിങ് പോവായിരുന്നില്ല. ഷൂട്ടിംഗ് സമയത്ത് ചിറ്റ പോവായിരുന്നു. ഞാനുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. അതിന് ഞാനത് വേറെ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്, തമ്പി കണ്ണന്താനം ഡയറക്റ്റ് ചെയ്ത ഒരു പടത്തിൽ ഞാനുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛനാ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ റോഡിൽ കിടന്ന് അടി കൂടുന്നു. എന്നോട് നീനക്കിൻ്റെ ഗതി വന്നല്ലോ. വില്ലൻ അവിടെ ആ നേരത്ത്. അപ്പം അച്ഛൻ ഇറങ്ങി വരുന്ന അപ്പം എന്നോട് പണ്ട് ചോദിക്കും, ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോഴേ എല്ലാം ഇങ്ങനെ ഇല്ല ചെറിയ വേഷങ്ങളല്ലേ. അപ്പം ഈ അടി ഒരുപാട് ഗുണ്ടാ വേഷം ചെയ്തത്. അപ്പം എന്തിനാടാ ഇങ്ങനെ തല്ലുകൊള്ളാൻ നടക്കുന്നത്? പക്ഷേ എന്നെ ഒരു വിശ്വാസമായിരുന്നു ആസ് എൻ ആക്ടർ. പിന്നെ ഡയറക്ടർ, ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്ത് ഭയങ്കര വിശ്വാസമായിരുന്നു ചില, ഭയങ്കര കോൺഫിഡൻസ്. ഈ ഷൂട്ടിംഗ് അനുഭവം അച്ഛൻ പിന്നെ പറഞ്ഞു ഷൂട്ടിങ്ങിനെ കുറിച്ച്. ഷൂട്ടിംഗ് അച്ഛനങ്ങ് മാറ്റി ഭയങ്കര. അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ വേണുവും ഒരു സിദ്ദിഖും ലാലും ഒക്കെ അയ്യോ അവരിങ്ങനെ അച്ഛനെ കൈ കൊണ്ട് നടക്കുകയായിരുന്നു ഇങ്ങനെ വലിയ അല്ലെങ്കിൽ. അയ്യോ അച്ഛനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ അച്ഛനോട് ഇങ്ങനെ ട്രോളിയൊക്കെ ഇടും. ട്രോളിയൊക്കെ ഇട്ടിട്ട് ആ ഡയലോഗ് പറഞ്ഞിട്ട് ഇവിടെ നടന്നിട്ട് തിരിച്ചു. അപ്പം അച്ഛൻ ചിലപ്പോൾ നടപ്പ് കൂടി പോകും. അച്ഛൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയില്ല. ഈ ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റേജിൻ്റെ അനുസരണ അല്ലേ ഉള്ളൂ. മറ്റേ ഇതിൻ്റെ ഒരു അനുസരണ, ഇതിന് ഒരു അനുസരണ വേണം സിനിമയ്ക്ക്. ഇതിന് വേണ്ടിയിട്ടുള്ള അനുസരണമാണ് സിനിമയ്ക്ക്, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അച്ഛൻ ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മാറും. അപ്പം അയ്യോ സാറേ അത് പറയാം എവിടെ അവിടെ നിങ്ങൾ പറ്റിയ അവിടെ വേണു വേണ്ട സാറ് ഇഷ്ടം പോലെ അത് പറ്റില്ല നിങ്ങൾ പറയുന്ന സാധനം വരെ. പക്ഷെ പിന്നെ വേണു എന്ത് ചെയ്യും, അച്ഛൻ്റെ കൂടെ അങ്ങ് എടുക്കും. അത് പിന്നെ വേറെ ഒരു വെച്ചാൽ അത് വേറെ വലിയ ഗുണം ചെയ്തു. ഇപ്പം നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലോസ് എടുക്കാൻ വേണ്ടി നമുക്ക് ക്ലോസ് എടുക്കാൻ എന്തിങ്ങനെ വെച്ചിട്ട് എന്നോട് പറയുന്നതായിട്ടൊക്കെ എടുക്കൂലേ. ഈ സാധനം പലത് അച്ഛൻ്റെ ക്ലോസിൽ എന്ത് ചുമ്മാ വർത്തമാനം പറഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത്. മറ്റത് സാധാരണ എല്ലാം ക്ലോസിൽ എന്തോ വർത്തമാനോട് ഈ പറഞ്ഞത് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അച്ഛൻ്റെ ആ മാൻഡ്രിസും ഒക്കെ ഇതിനകത്ത് തന്നെ അതൊക്കെ അവരങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ശരിയല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ഫ്ലോ. അത് അവരങ്ങനെ അച്ഛൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടു. ആ ഒരു നടൻ്റെ സ്വാതന്ത്ര്യം അതിനകത്ത് വളരെ പ്രകടമായിട്ടുണ്ട്. ഷൂട്ടിങ് അച്ഛൻ ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സിനിമ അത് ഇന്നസെന്റ് പറഞ്ഞില്ലേ, ഇന്നസെന്റിനെ അടിക്കുന്ന സീനുണ്ട്. അച്ഛൻ ശാലം വീസിങ് ഉണ്ടായിരുന്നു. വീസിങ് മീൻസ് ഈ എക്സർട്ട് ചെയ്യാൻ മേൽ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. ഈ ലങ്സ് ഫൈബ്രസ് ആകുക, അത് വളരെ പതുക്കെയായിരുന്നു അച്ഛന്. അപ്പോൾ അന്നേരമൊക്കെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ കുറച്ച് നേരം ഇത് ചെയ്യുന്ന ശ്വാസം മുട്ടും ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇന്നസെൻ്റ് തന്നെ അടിക്കുന്ന സീനുണ്ട്. ഇന്നസെൻ്റ് പുറത്ത് എന്തൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അഥവാ കൊണ്ടാലും ഡമ്മി വടിയാ, അഥവാ കൊണ്ടാലും പറ്റാതിരിക്കാൻ വേണ്ടി ജിബ്ബയ്ക്കകത്ത് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ഈ ഷോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ കൂഞ്ഞിക്കൂടി ഇരിക്കുന്നുണ്ട്. തുടങ്ങി കഴിയുമ്പോൾ ആളങ്ങ് മാറും. അങ്ങനെ കട്ട് പറയുന്നവരെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരും എത്രയും ചെയ്യുന്നു അത്രയും ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛന് കട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ ക്ഷീണമായി. അപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്ന് അച്ഛനെ പിടിച്ചു കൊണ്ട് കസേരയിലെത്തി. ഇന്നച്ചണ്ട് അത് ശരി, അടിച്ചതിനെ പിടിക്കാൻ എല്ലാവരും ഉണ്ട്, അടി കൊണ്ടെടുത്ത് കിടക്കുന്ന ആയിരുന്നില്ല. ഇന്നസെന്റ് വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ടത്. ഇന്നസെന്റ് അടി കൊണ്ട് അവിടെ കിടക്കുകയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഭയങ്കര അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ ഈ ഒരു പിന്നെ തിലകൻ ചേട്ടൻ നല്ല അടുപ്പായി. പിന്നെ അല്ല അച്ഛൻ നേരത്തെ തിലകൻ അറിയാം. അല്ല അതല്ല, തിലകൻ ചേട്ടൻ ആരോടും ലോകത്തിൽ പോകുന്ന ആളല്ല, അച്ഛനോട് ഭയങ്കര
അച്ഛനോട് അങ്ങനെ ആർക്കും ഒരു തോന്നുന്നത് അച്ഛൻ ഈ പറഞ്ഞ ഇപ്പോൾ കുട്ടികൾ വന്നാലും ശരി അവരോട് സംസാരിച്ച ആർക്കും അച്ഛനോടൊരു ഭയങ്കര ഇഷ്ടം തോന്നും. ഈ സിനിമ ഹിറ്റ് ആയത് അച്ഛന് ഭയങ്കര സന്തോഷമായോ? പിന്നെ ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ പോയി കണ്ടോ? തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ട് ഭയങ്കര. പിന്നെ ആൾക്കാരൊക്കെ കൂടുമ്പോൾ പിന്നെ അതിന് വേറൊരു രസം വെച്ചാൽ പണ്ടൊക്കെ അച്ഛന് ഈ നാട്ടിൽ കൂടെ ഒക്കെ കോട്ടയം ടൗണിൽ കൂടെ വേണമെങ്കിൽ എന്നെ പിള്ള അല്ലേ എന്നെ പിള്ള സാറ് ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെയല്ലോ. ഈ സിനിമ ഇറങ്ങിയ പിന്നെ എടുത്ത് വേണ്ട 500 പോകുന്നതാ 500 അച്ഛൻ എൻജോയ് ചെയ്തത്. അച്ഛൻ അതിൻ്റെ ഒരു വ്യത്യാസമേ, അതായത് സിനിമാ നടന്മാരെയും നാടകത്തിലുള്ള ഇങ്ങനത്തെ വേറൊരു സാഹിത്യകാരൻ അച്ഛനുള്ള ഒരു വലിയ ആദരവുണ്ട്. സാഹിത്യകാരൻ അതും ഈ സിനിമ വരുന്നതും തമ്മിലുള്ള വ്യത്യാസം എനിക്കത് ശരിക്കും ഞാനിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഞാനത് ശരിക്കും മനസ്സിലാക്കി. എല്ലാവരും വലിയ സ്നേഹവും ആദരവും അടുപ്പമാന്ന് വെച്ചാൽ നമ്മളൊരാളെന്നുള്ള രീതിയില്. അല്ല ഈ അച്ഛൻ അത് എൻജോയ് ചെയ്തല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു ജീവിതം മുഴുവൻ നാടകത്തിന് സമർപ്പിച്ചിട്ട് ആ ഒരു സിനിമയിൽ ജീവിതം വഴിമാറി എന്ന് പറയുന്ന അത് അച്ഛൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. പിന്നെ അല്ല അച്ഛനത് അത് തെലുങ്കിൽ അഭിനയിക്കാൻ പോയില്ലേ? പിന്നെന്താ സിനിമ അത്രയും കിട്ടായിട്ട് പിന്നെ സിനിമയിൽ പോകാൻ? പിന്നെ അച്ഛൻ ഈ പറഞ്ഞ വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഈ നാടോടിയിൽ അഭിനയിച്ചു. നാടോടി അത് ഇല്ലെന്ന് പറഞ്ഞാണ്. തിലകൻ ചേട്ടൻ അഭിനയിക്കായിരുന്ന റോളാണ്. പെട്ടെന്ന് തിലകൻ ചേട്ടൻ ഒരു ഹാർട്ട് സർജറി വന്നു, പെട്ടെന്നാണ് വന്നത്. ഷൂട്ടിങ് ഒരു 2, 3, 4, 5 ദിവസത്തിന് ശേഷം തുടങ്ങണം. ഊട്ടിയിലെല്ലാം ഏർപ്പാടാക്കി. തമ്പികണ്ണന്താനം പ്രൊഡ്യൂസർ, ഡയറക്ടർ. ഈ മോഹൻലാലിൻ്റെ ഡേറ്റ്, അന്നത്തെ കാലത്ത് മോഹൻലാൽ ഡേറ്റ് കിട്ടുക എന്ന് വലിയ ബുദ്ധിമുട്ടല്ലേ. അത് മുടങ്ങിയാൽ സംഗതി പോയി. അപ്പം തമ്പിച്ചാൻ എന്നെ വിളിക്കട്ടെ, അതിൻ്റെ അവസ്ഥയാണ്, അച്ഛനോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞു അച്ഛൻ അഭിനയിക്കാൻ തോന്നുന്നില്ല, കോട്ടെ ചെയ്തേ പറ്റുള്ളൂ, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ തന്നെ പൈസ മുടക്കുക എന്നാണ്. അപ്പം തമ്പിച്ചാൻ ഞാനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു അവസ്ഥയുണ്ട്, കഥയും കഥാപാത്രം ഒന്നും നോക്കണം, അത് ഇന്ന നല്ലതായിരിക്കും പക്ഷെ മോശമൊന്നുമല്ല, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശരി കേട്ടു, അങ്ങനെ അഭിനയിച്ചു. അതിൽ പിന്നെ അത്ര വലിയൊരു അച്ഛനോട് വലിയ അതിനോടൊരു ഫാസിനേഷൻ ഒന്നും തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ആ ക്യാരക്ടറെ. അത് ഇത്ര വലിയൊരു ഇതില്ലായിരുന്നു. അതാണ് രണ്ടാമത് അഭിനയിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. സംശയം എന്താ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ രാഷ്ട്രീയമാണെങ്കിലും ശരി. ഇപ്പം എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളത്തിലുള്ള മിക്ക ഈ സാഹിത്യകാരന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ അച്ഛനുമായിട്ട് ഇങ്ങനെ എല്ലാം മറന്ന് സംസാരിക്കരുത്, ഇതിനെ കൂടെ 2 കൂടെ അടിച്ചിട്ടൊക്കെ സംസാരിക്കരുത്. അപ്പോൾ ഓപ്പൺ അപ്പ് ആകും. അങ്ങനെയാണ് തകഴിച്ചേട്ടന്, കേശവദേവ്, പിന്നെ പൊൻകുന്നം വർക്കി സാറ്, കാരൂർ നീലകണ്ഠപിള്ള, അങ്ങനെ അന്നത്തെ കാലത്തുള്ള എല്ലാവരെയും അച്ഛൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും പിന്നെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര്. അങ്ങനെ ഇവിടെ PK വാസു അങ്ങനെ അച്ഛനെ വലിയ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് EMS ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ എത്രയോ അച്ഛനെ കാണാൻ വന്നു. ഇവിടെ പക്ഷെ മൂസിനെ കാണാൻ വന്നു. അപ്പൊ ഇവിടെ വന്നു. EMSന്റെ ഭാര്യ വീട് ഇവിടെ, അവിടെ കൊടമാളൂരാ. തെക്കടുത്ത് മനക്കല്ലേ. ശരി ശരി. ഈ കഴിഞ്ഞ ദിവസം മന വിറ്റു, അദ്ദേഹം മരിച്ചുപോയി. ഈ അളിയൻ തെക്കടുത്ത് പട്ടണം രാമപട്ടതിരിപ്പാട്. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, പിന്നെ പത്മരാജന്, കാക്കനാടന്, അങ്ങനെയുള്ള KG ജോസ് സാറ്, ഇവരൊക്കെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനോട് സംസാരിക്കുകയും അതൊരു വലിയ അനുഭവമല്ലേ. ഇവരെല്ലാം ഉണ്ടായിട്ട് പോയി അച്ഛൻ ഇത്രയും വലിയ ആളായിട്ട് സിനിമയിലേക്ക് തന്നെ എത്താനായിട്ട് വൈകിയത് എനിക്കറിയില്ലത്. അല്ല വിജയരാഘവൻ സാർ. ഞാനോ എനിക്ക് ഒന്നാമത് ഞാൻ ഈ 73 അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ, സിനിമയിൽ അഭിനയിച്ചു, അല്ല കാബാലയിൽ. എനിക്ക് അത്ര വലിയ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, എനിക്ക് അത്ര വലിയ ആഗ്രഹം തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പ്രസിദ്ധനാണ്. പ്രസിദ്ധിയാണല്ലോ എല്ലാവരും സിനിമയിലേക്ക് പ്രസിദ്ധനാണ്, എന്നെ അത്യാവശ്യം ആൾക്കാരറിയും. പിന്നെ ജീവിക്കാൻ വലിയ കുഴപ്പമില്ല. അന്നും ഞാൻ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോയത് വിന്നലാവുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയി. 83 സുറുമയിട്ടകത്ത് അഭിനയിക്കുന്നത്. സുറുമയിട്ടകത്ത് അഭിനയിക്കുമ്പം ഞാൻ ഓടിക്കുന്നത് കാറ് വലിയ ഡിസോട്ടോ ഡിപ്ലോമാറ്റ് എന്ന വണ്ടിയാണ്, വലിയ ഒരു നീളമുള്ള വലിയ ഇങ്ങനെ റോഡ് നിറഞ്ഞു പോകല്. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് വണ്ടി വേണമെങ്കിൽ വലിയ വണ്ടി വേണം, നിൻ്റെ അടയ്ക്ക മറ്റേ അംബാസഡറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധമായിരുന്നു, വലിയ വണ്ടി വേണം. ആ വണ്ടിയൊക്കെ ആ നാടകം കൊണ്ട് തന്നെ അന്ന് പറ്റുമായിരുന്നു. പിന്നെ അപ്പോൾ ആ വണ്ടിയല്ല. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഇത്രയും വലിയ വണ്ടി വേണം. അംബാസഡർ അന്ന് അതിൻ്റെ പാർട്സ് കിട്ടണം, ഇവിടെ കിട്ടില്ല. ഇവിടെ പോപ്പുലർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലൊരു കടയുണ്ട്, അവിടെ പറഞ്ഞാൽ അവരത് പുറത്ത് ബുക്ക് ചെയ്തിട്ട് വേണം കിട്ടാൻ. അപ്പോൾ അതൊന്നും പുള്ളിക്ക് അറിയണ്ട. എനിക്ക് കാറിൻ്റെ ആവശ്യം എന്താ, ഞാൻ സഞ്ചരിക്കുന്ന നാടക വണ്ടിയല്ല, എനിക്ക് കിടക്കാൻ ഒന്നാമത് കിടക്കയുണ്ട് വണ്ടിയിൽ, അതേ കിടക്കുന്നു, ഞാൻ വീട്ടിൽ വന്ന് കിടക്കുന്നു, എനിക്ക് കാറിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ അതൊരു അന്തസ്സിന് അങ്ങനെ കിടക്കുന്നതല്ലേ. അപ്പം എന്നിട്ട് പറയും അന്നൊക്കെ 1500 രൂപ നാടകത്തിന്.
70. ഇപ്പം ഞാനിത് വാങ്ങിച്ച പിന്നെ 2500 രൂപ നാടകത്തിന് മേടിക്കുന്നത്. അത് കിടക്കുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വണ്ടി വാങ്ങിച്ചു. ഇപ്പം ഞാൻ ആദ്യ സിനിമയ്ക്ക് പോകുന്നത് ഈ വണ്ടി ടൊയോട്ടോ ക്രൗൺ എന്ന് പറഞ്ഞ വണ്ടിയല്ല. ഞാൻ പിന്നീട് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പം എനിക്കിതൊന്നും വലിയ ഈ പറഞ്ഞ മാതിരി അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല ഒന്നും. ആ പ്രായത്തിൽ തന്നെ ഇത്രയും ആഡംബരമായിട്ട് ജീവിക്കാം. അതായത് അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അല്ല, അതുകൊണ്ട് വലിയ. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു CK സോമൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്, എന്നറിയോ, ചിത്രകാർത്തിക ചിത്രമൊക്കെ നടത്തിയാണ്. അദ്ദേഹം അച്ഛൻ്റെ വലിയ സുഹൃത്താണ്. അപ്പോൾ പുള്ളി എന്നോട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നാടകമില്ലാത്തപ്പോൾ ഞാൻ ചിത്രകാർത്തിക അവിടെ പോയിരിക്കും. അപ്പോൾ പിന്നെ പ്രൂഫ് പിന്നെ മാറ്ററൊക്കെ വരും, വായിക്കുക, അങ്ങനത്തെ ചില ഞങ്ങൾ തമ്മിൽ ഇതിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം പുള്ളിയോട് നീ സിനിമയിൽ അഭിനയിക്കണം, ചേട്ടൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ പിന്നെ നാടകം നടത്തും. അത് എത്ര നാൾ ഇപ്പോഴല്ലേ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, നിനക്ക് ഇത്ര പേരാണ് അഭിനയിക്കുന്നത്. അങ്ങനെ പുള്ളിയാണ് എന്നെപ്പറ്റി പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഭരതേട്ടന്, IV ശശിക്കൊക്കെ പുള്ളി അവരിലായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. നല്ല അന്ന് ചിത്രകാർത്തിക മറ്റേ ഫേമസ് ആയിട്ടുള്ള. അങ്ങനെയാണ് സുറുമയിട്ട കണ്ണിന് മുമ്പ് അമ്മയ്ക്കൊരുമ്മ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കോട്ടയത്ത് വന്നു. അവിടെ ശ്രീകുമാരൻ തമ്പി ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിനകത്ത് പ്രധാനപ്പെട്ട വേഷം. പക്ഷെ 2 സീൻ അങ്ങനെ ആര് പറഞ്ഞാലും എടുക്കുന്ന ആളല്ലോ. അല്ല, അന്ന് എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ കാബാലിക്ക് ശേഷം തമ്പി സാറിനെ സംബന്ധിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്ക് വലിയ ഇഷ്ടമായി. ഇങ്ങനെ കോട്ടയത്ത് വെച്ച് അതിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അല്ല, എങ്ങനെ ഓഡീഷന് വിളിച്ചോ? ഇല്ല, അവര് ആ പയ്യൻ ഇന്ന ആളുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും വിളിക്കുന്നു. കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടമായി. അഭിനയിക്കുന്നു. അത് ജഗതി ശ്രീകുമാറാണ് അതിനകത്തെ ഹീറോ. ഭാഗ്യലക്ഷ്മിയാണ് ഹീറോയിൻ. നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ കാമുകൻ്റെ വേഷമാണ് എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ കാബാലിയെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പിന്നീട് അഭിനയിക്കുന്നതാണ്. അതെത്ര 83-ലാണ് കണ്ടത്? 83-ലായിരിക്കും. അല്ല, 82-ലായിരിക്കും. 83-ലാണ് സുറുമയിട്ട കണ്ണുകൾ. സുറുമയിട്ട കണ്ണുകൾ ഇങ്ങനെ കൊന്നനാട് മാഷാണ് കാബാലിയുടെ ആർട്ട് ഡയറക്ടറാണ്. അപ്പം അങ്ങനെ തന്നെ അറിയാം. ഞാനൊന്നും മുഴുവനും ഷൂട്ടിംഗ് സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നില്ല. അല്ല, അപ്പം ഈ പറയുന്ന പടം തമ്പി സാറിന്റെ സിനിമ അഭിനയിച്ചതോടെ സിനിമ നടനായി? ഇല്ല. അത് അങ്ങനെ ഒന്ന് അഭിനയിച്ചു, ഒരു 2 ദിവസം അഭിനയിച്ചു. അന്ന് ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പോയി അഭിനയിച്ചു. പിന്നെ ഇങ്ങേരുടെ പടത്തിലാണ് ഈ കൊന്നനാട് മാഷാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതും വേറെ ആരെയോ വെച്ചിരുന്നതാണ് അവർ. പെട്ടെന്ന് ആ പയ്യൻ എന്തോ പുതിയ ആളാണ്. അപ്പം അങ്ങനെന്തോ ഇത് വന്നു, എന്നെ അങ്ങനെ വിളിച്ചു. അതും ഈ CK സോമൻ ഞാൻ വിളിച്ചത്. എടാ, നിൻ്റെ നീ നാളെ മദ്രാസിന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു നാളെ പോകാൻ പറ്റും, നാടകമുണ്ട്. അപ്പം ഇന്നും നാടകമുണ്ട്. അങ്ങനെ ഒരു ദിവസം നാടകം ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഇവിടുന്ന് എന്നെ ഫ്ലൈറ്റ് കയറ്റും. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിലാണ് പോയത്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ആദ്യ സിനിമ അഭിനയിക്കുമ്പോൾ ഫ്ലൈറ്റിൽ പോകാൻ അല്ല, അതങ്ങനെ പോയി. പിറ്റേ ദിവസം നാടകമുണ്ട്. ഞാൻ പോയി മാഷെ കണ്ടു. എനിക്ക് 1500 രൂപ അഡ്വാൻസ്. അതാണ് സിനിമയിൽ ആദ്യത്തെ 500 രൂപ പ്രതിഫലം എൻ്റെ കയ്യിൽ. നാടകം ഫുൾ 1500 കിട്ടത്തുള്ളൂ അല്ലേ? അന്നത്തെ 1500 നമുക്ക് കിട്ടുമോ? അതാ മൊത്തം ഒരു നാടകം ആൾക്കാർക്കെല്ലാം വീതിച്ചു കൊടുത്ത ശേഷം. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ചാക്ക് സിമെന്റിന്റെ വില 5 രൂപയുള്ളൂ. അവിടെ വ്യത്യാസം. അല്ല, അങ്ങനെ ആ സിനിമ അവിടെ അത് സുറുമയിട്ട് ഇല്ല. ആ പടം ഓടിയില്ല. പടം ഓടിയില്ലെങ്കിൽ അറിയാമല്ലോ സിനിമയിലെ ശൗനം മോശ. പിന്നെ അതിനുശേഷം ചന്ദ്രകുമാർ, പിന്നെ PG വിശ്വംഭരൻ, ചന്ദ്രകുമാറിൻ്റെ ആന, പിന്നെ PC 329 പടം. അത് നല്ല റോളായിരുന്നു. പിന്നെ ഈ പിന്നിലാവ് മമ്മൂട്ടി, ഞാനും മോഹൻലാലൊക്കെ ഉണ്ട്. കോട്ടയത്തായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, ആ പടം വലിയ സൂപ്പർ ഹിറ്റ് മമ്മൂട്ടിയുടെ. അതിനകത്ത് ഞാനാണ് മെയിൻ വില്ലൻ. അവസാനം മരിക്കുന്നതിനാണല്ലോ മെയിൻ വില്ലൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഈ ജോഷിയുടെ ന്യൂഡൽഹി വരുന്നത്. ന്യൂഡൽഹിയോടെയാണ് എസ്റ്റാബ്ലിഷ്. അതിന് മുമ്പൊക്കെ ഞാൻ സിനിമയിലൊക്കെ ഉണ്ട്, പക്ഷേ നാടകമുണ്ട്. നാടകം വിട്ടിട്ടില്ല. ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ പോകുമ്പോൾ പകരക്കാരെ ഒരാളെ വെച്ചിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് നാടകം അഭിനയിപ്പിക്കും. ഈ നാടകത്തിൻ്റെ സിനിമയുടെ തിരക്കിലേക്ക് ഒരു അച്ഛൻ അസ്വസ്ഥപ്പെട്ടോ? പുള്ളി അത്ര ഇഷ്ടമല്ല. അതല്ല, ന്യൂഡൽഹിക്ക് ആയിക്കഴിഞ്ഞപ്പം ഞാനെന്തോ എന്ന് തോന്നി. അതിനു മുമ്പ് ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളാൻ നടക്കുന്നത്. പക്ഷേ ഒന്നും ഇടപെടുകയല്ല അങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ നിന്നും ഒന്നും ഇടപെടുക. ഈ ന്യൂഡൽഹി എസ്റ്റാബ്ലിഷ് ആയതോടുകൂടി തീരുമാനിച്ചു ഇനി സിനിമ മതിയെന്ന്? അല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചു. 83 എന്നാൽ ആയി. ഞാൻ ഈ പറഞ്ഞ ചന്ദ്രകുമാറിൻ്റെ പടം, ഈ ഉയർന്ന നാടകം അഭിനയിക്കുന്നു. പിന്നെ അങ്ങയുടെ തന്നെ 3-4 പടമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 പടങ്ങളൊക്കെ അഭിനയിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങയുടെ ഈ ഷേപ്പ് കണ്ടാലും മുഖം കണ്ടാലും ഒരു വില്ലൻ്റെ ലുക്കില്ല. പിന്നെ എങ്ങനെ വില്ലനായി മാറിയ സിനിമയിൽ ആദ്യം? അത് ഈ പറഞ്ഞ ആ ന്യൂഡൽഹിക്കകത്തും
പിന്നെ ഈ ശബ്ദത്തിലൊക്കെ വില്ലനല്ലേ. ഒരു വില്ലന്റെ ഷേപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഒരു നടൻ നമ്മുടെ മലയാളത്തിലെ കാര്യം പറഞ്ഞു കേട്ടോ, വില്ലനായിട്ട് വന്നിട്ട് ഹീറോ ആവുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. നമുക്കൊരു ഇടിച്ചാൽ എന്ന് വെച്ചാൽ 10 ഇടി കൊണ്ടാലും ഇവൻ തിരിച്ചിടിക്കുന്നവനാണ്, ഇവനെ ഇടിക്കാൻ മാത്രമുള്ളവനാണെന്നുണ്ടല്ലോ. അപ്പം നമ്മൾ തിരിച്ച് ഹീറോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടിക്കൊരു വെയിറ്റ് ഉണ്ടാവും. അങ്ങനെ അല്ലാതെ നമ്മൾ നേരിട്ടൊരു ലവറായിട്ടല്ലോ അങ്ങനത്തെ കഥാപാത്രമാവും. ഒരു പൈങ്കിളി കഥാപാത്രമൊക്കെ ചെയ്താൽ നമുക്ക് ആരെയും ഇടിക്കാൻ പറ്റില്ല. അതായത് അവനെ ഇടിക്കുമെന്ന് പാർട്ടിയാ എന്നൊരു തോന്നലുണ്ടാവും. വ്യത്യസ്ത റോളുകളോട് താല്പര്യമുണ്ടെന്നറിയാം. എങ്കിൽ ദേശാടനം പോലൊരു റോള് അതെങ്ങനെ ഒത്തുകിട്ടി, അതെങ്ങനെ അതിനെ കൈകാര്യം ചെയ്ത്, എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അതെ, ഞാൻ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന കാലം അന്ന് ഹാർബർ എന്ന് പടം അഭിനയിക്കുന്നത് കൊല്ലത്ത്. അതെ, അത് അനിൽ ബാബു ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ദിവസം തന്നെ ജയരാജ് വിളിച്ചു. ആ കുട്ടിയേട്ടാ, അപ്പം ജയരാജിൻ്റെ അതിന് മുമ്പ് ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹൈവേ, പിന്നെ കടപ്പുറം, എന്തോ ഒരു കടപ്പുറം, ഞാൻ സിൽക്ക് സ്മിതയൊക്കെ ഉണ്ട്, മനോജ് കെ ജയൻ, തുമ്പോളി കടപ്പുറം. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ജയരാജ് കുട്ടിയേട്ടാ അതെ നമുക്ക് ഉടനെ ഒരു സംഭവം ചെയ്യണം, അങ്ങനെ ദേശാടനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു കഥകളി നടണം. ഞാൻ പറഞ്ഞു എനിക്ക് കഥകളിയായിട്ടൊന്നും അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് പറ്റുന്ന സാധനം അല്ല എന്ന് തോന്നി. അപ്പം അന്ന് ഞാൻ 8 ഇടിയും ഒക്കെ ഇടിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ അല്ല അത് എങ്ങനെയും ചെയ്തേ പറ്റുള്ളൂ. അപ്പം പുള്ളി എന്ത് സംഭവിച്ചാൽ അന്ന് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ പെട്ടെന്ന് മാറി. ഇനി ജയരാജ് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ വരട്ടെ. അപ്പോൾ ഈ കഥകളി ഏകദേശം ഒന്ന് ഫോണിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് തീർത്തിട്ടേ വരാൻ പറ്റുള്ളൂ. മതി. അങ്ങനെ ഞാനിത് തീർത്തിട്ടാണ് അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ ഒരു നടനെയാണ് തീരുമാനിച്ചത്. അവസാനം പ്രൊഡ്യൂസർ ഒന്നും ഇല്ലാതെ അപ്പോൾ നടൻ മാറി. അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ അത് യൂണിറ്റും ഇല്ല, ഒന്നുമില്ല. ഈ ഓട് പൊളിച്ച് അതിനകത്തൊരു ലൈറ്റ്, അവിടെ മിറർ വെച്ചിട്ട് ആ മിറർ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഇവിടെ വേറെ മിറർ വെച്ചിട്ട് അങ്ങോട്ട്, അങ്ങനെയാണ് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു രാവിലെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു നറാസ് മന എന്ന് പറഞ്ഞൊരു മനയാണ്. അവർ ഈ പാഞ്ഞാള് യാഗം നടത്തിയല്ലോ, അതിൻ്റെ സോമരാജു ആ പട്ടമുള്ള ആളാണ് സോമയാജു. അദ്ദേഹം കിടപ്പാ ഞാൻ ചെല്ലുമ്പോൾ, അങ്ങേരുടെ വീടാണ്, വളരെ പഴയ മനയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മൂഡ് തോന്നും. പിന്നെ അതിനകത്ത് അഭിനേതാക്കളാരും നടന്മാരല്ലോ, മറ്റേ മുത്തശ്ശൻ പുള്ളി, പിന്നെ മുത്തശ്ശി, അവരവിടെ നിന്ന് വിളിച്ചത് ഒരു പെങ്കൊച്ച് അവിടെ ഷൂട്ടിങ് കാണാൻ വന്ന കുട്ടിയാൻ പറ്റും. അപ്പം അങ്ങനെ ആരും നടന്മാരല്ല. അപ്പം എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടെ വന്നപ്പം ഞാൻ മാത്രം വർഷങ്ങളായിട്ട് അഭിനയമല്ലേ തൊഴിൽ, നമുക്ക് ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അറിയാതെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം രാത്രി വിളിച്ച് അതൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് നമ്മൾ പറയും, അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗം. ഈ വക സാധനമൊന്നും വരരുത്, വളരെ റിയലിസ്റ്റിക് ആയിട്ട്. അവർ സാധാരണ വർത്തമാനം, മുത്തശ്ശനൊക്കെ ആണെങ്കിലും എന്നെ ചോദിക്കും നമ്മൾ. അപ്പം ജയൻ എന്നോട് പറയും, കുട്ടാ ഒന്ന് പറയേ. അപ്പം ഞാൻ മുത്തശ്ശ ഉണ്ണി അങ്ങോട്ട് പോയി, ഉണ്ണി പോയി, അപ്പോൾ മുത്തച്ഛൻ കാരണമാണ് പോയെന്നാ പറയുന്നത്. അപ്പം മുത്തച്ഛൻ സങ്കടം ഉണ്ടാവില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചില സാധനങ്ങൾ കിട്ടും, നാച്ചുറലായിട്ട് കിട്ടും. ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേണം ഞാനും, മനസ്സിലായി. അപ്പം നമ്മുടെ ഒരു അതേസമയത്ത് ആ വേഷം നെടുമുടി വേണം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് എനിക്കൊരു അവിടെ ചെന്നപ്പോൾ ഒരു വെല്ലുവിളി അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം. അതുകൊണ്ട് ആ സിനിമയിൽ ഞാൻ ഒരിക്കൽ പോലും ഗ്ലിസറിന് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ കൂടുതലും സങ്കടമുള്ള സീനുകളാണ്. പിന്നെ ഈ പറഞ്ഞ അത് വേറൊരു രീതിയിലായിരുന്നു നമ്മുടെ അപ്രോച്ച്. അത് നല്ല സിനിമയായിട്ട് വന്നു. സ്ട്രെസ്സായില്ല. എനിക്ക് ഏറ്റവും അത് ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞല്ലോ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അതിപ്പം പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും, ഇതെന്ത് ചെയ്യും എന്നെ അതിന് പറ്റുമോ. അങ്ങനെ എനിക്ക് ആദ്യം നെഗറ്റീവ്, ഞാനെന്ത് ചെയ്യും, അയ്യോ ഇങ്ങനത്തെ എനിക്കൊരു ഭയപ്പാടുണ്ട് എപ്പോഴും. എല്ലാത്തിനും ഉണ്ട് എനിക്ക്, ഈ പറഞ്ഞ വാചകം പറയുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ചയാണ്. അപ്പോൾ സൺഡേ സപ്ലിമെൻ്റ് ഉണ്ട് അതിൻ്റെ കൂടെ, മനോരമയുടെ. അതിനകത്ത് കോട്ടക്കൽ ശിവരാമൻ്റെ 60ാം പിറന്നാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 ഫോട്ടോസ് ഉണ്ട്. ഒരു ഫോട്ടോ അങ്ങനെ മഹാത്മാഗാന്ധിയൊക്കെ ഇരിക്കുന്ന ഇരിപ്പില്ല, ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ കൈകുത്തിയിട്ട് കഴുത്തിലൊരു രുദ്രാക്ഷത്തിൻ്റെ മാലയും അദ്ദേഹത്തെ മുഖവും. അതെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരു കഥകളി നടന്നും പെട്ടെന്ന് നമുക്ക് തോന്നി.
പിന്നെ ഈ ഇവിടെ ഇല്ലേ കുടമാളൂർ? ഇവിടെ കൊടാണക്കാരൻ സാറിനെ എനിക്കറിയാം, ആ അച്ഛനായിട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഓ പിന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സാറ്, ഓ കൃഷ്ണൻ നായർ സാറിന് എനിക്ക് വളരെ പരിചയം. എന്ന് വെച്ചാൽ കൃഷ്ണൻ നായർ സാറിൻ്റെ മകനാണ് കലാശാല ബാബു, ഓക്കെ. നടനായിരുന്നു. ആ. ബാബു ഒരു നാടക ട്രൂപ്പ് നടത്തിയിരുന്നു. അപ്പം പുള്ളിക്ക് ആകപ്പാടെ കുഴപ്പമൊക്കെ ആയി. ഒരു ദിവസം കൃഷ്ണൻ നായർ സാർ അച്ഛനെ വിളിച്ചു, എൻ്റെ പിള്ളേ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഒരു നാടകം എഴുതി എൻ്റെ മോന് കൊടുക്കണം. ആ അപ്പം അച്ഛൻ ഇതുവരെ വേറെ ട്രൂപ്പിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെങ്ങനെയെങ്കിലും ഒന്ന്. അപ്പം ഞങ്ങൾ അച്ഛൻ എഴുതിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു നാടകം ഉണ്ടായിരുന്നു അന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ അതൊന്ന് പൊടി തട്ടി നാടകം ശരിയാക്കി കൊടുത്തു. ആ നാടകം ഗംഭീരമായിട്ട് ഓടി കേട്ടോ. ആവും അങ്ങനെയാണ് കലാശാല എന്നുള്ള പേര് എസ്റ്റാബ്ലിഷ് ആയതൊക്കെ. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലിന് ഞങ്ങൾ അവിടെ അച്ഛനോട് ഞാനും പോകും. അപ്പോൾ ഇങ്ങേരും അച്ഛനായിട്ട് വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങനെയൊക്കെ ഓരോ കഥകൾ പറയും. അങ്ങേര് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ്. ഈ കണ്ണ് സാധകം മാത്രം 3 വർഷം ഉണ്ടെന്നാണ്. അതായത് വെളുപ്പിനെ എഴുന്നേക്കണം, എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകി ചെന്നിട്ട് കണ്ണിങ്ങനെ പിടിച്ചു വെക്കണം, വെണ്ണ 2 കണ്ണിലൊഴുകിയിടും, എന്നിട്ട് ഇങ്ങനെ കറക്കണം ഒരു കണ്ണ് അങ്ങോട്ടോ ഒരു കണ്ണ് ഇങ്ങോട്ടോ, അങ്ങനെ പല രീതിയിൽ. അതാണ് ഏകലോചനം ചെയ്യുന്നവർ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒരു കണ്ണിൽ ഒരു ഇമോഷൻ, മറ്റൊരു കണ്ണിൽ വേറൊരു ഇമോഷൻ, അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന നടൻ അദ്ദേഹമാണ്. അപ്പോൾ ഇതിൻ്റെ കഥകൾ, അപ്പോൾ ഇദ്ദേഹം ഇതിനു വേണ്ടി ചെയ്തൊരു ഡെഡിക്കേഷൻ. പിന്നെ സാഹിത്യം, ഭാഷ, സംസ്കൃത ശ്ലോകങ്ങൾ, താളം, ഇതെല്ലാം പഠിക്കണ്ടേ. പിന്നെ കാലിൻ്റെ ചവിട്ട് ഒരു താളം, കൈക്ക് വേറെ താളമായിരിക്കും. ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രൂപമുണ്ട് എനിക്ക് ഏകദേശം മനസ്സിൽ. അങ്ങനത്തെ ചില, അതായത് എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്ന അല്ല കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് കൃത്യമായി പോസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ അറിയാതെ വരുന്നതാണ്. ഈ ഷൂട്ട് കഴിഞ്ഞപ്പോഴേ ഇതൊരു സക്സസ് എന്ന് എനിക്ക് നല്ല വിശ്വാസം തോന്നിയാണ്. ഞാൻ ഡബിങ് സമയത്തൊക്കെ എനിക്ക് നല്ല വിശ്വാസം തോന്നി. ജയരാജൻ ഹാപ്പിയായി, കഴിഞ്ഞപ്പോൾ തന്നെ ജയരാജൻ ഹാപ്പിയായി. പിന്നെ പടം ഭയങ്കര ഹിറ്റല്ലേ. ഈ വ്യത്യസ്തത, അതായത് ഈ ഇപ്പം പല അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ, വ്യത്യസ്തമായി അറിയപ്പെടുന്നു. പിന്നെ ഞാനിപ്പോൾ ചേറാടിക്കര ചെയ്തു, അങ്ങനെ അപ്പിച്ചായി ചെയ്തു. ഈ ചേറാടിക്കരയും അപ്പിച്ചായി സത്യം പറഞ്ഞാൽ ഒരേ ക്യാരക്ടർ. അതെ, ചേറാടിക്കര ചെയ്യുന്ന അട്രോസിറ്റീസ് ഒക്കെ തന്നെയാണ് ഈ അപ്പിച്ചായി ചെയ്തത്, വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചു. പക്ഷെ അപ്പം ഞാൻ രഞ്ജി നമുക്ക് അത് തന്നെയല്ലേ സാധനം. അപ്പോൾ ഇത് നായരാക്കാം അപ്പിച്ചായിയെ, നമ്മൾ ഈ ഒരു മാവേലിക്കര ആ പ്രദേശമൊക്കെ ഉള്ള ഒരാളാക്കാം. അപ്പോൾ ഭാഷയൊക്കെ അതുമായിട്ട് വരിക. പിന്നെ ഞാൻ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാക്കാം. അങ്ങനെയാണ് ഈ കൈക്കയാൾ ഈ ആന കുത്തിയിട്ട് കൈയുടെ ഒരു വലിയ സ്കാറുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ, അപ്പോൾ അതിന് ചെറിയ ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും ആ ഡിസബിലിറ്റി വന്നപ്പോൾ എനിക്ക് ബോഡി ലാംഗ്വേജ് മാറ്റാൻ പറ്റി. മറ്റേത് ഇവൻ്റെ ആ ബോഡി ലാംഗ്വേജ് മാറ്റിയിട്ട് ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് ഇതിൽ അടിക്കുന്നതൊക്കെ. അതാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം, അപ്പം എൻറ്റയർ ഡിഫറെൻ്റ് ആകും. അത് ബോഡി ലാംഗ്വേജ് മാറ്റാൻ പറ്റണം. അത് ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് ചിറ്റയാണ് എന്നെ ഏറ്റവും കൂടുതൽ. ചിറ്റ ഭയങ്കരമായിരുന്നു. ഈ ന്യൂഡൽഹിയുടെ ഷൂട്ടിംഗ് അനുഭവം പറയാമോ? അതിൻ്റെ ജോഷി ഞാനും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എൻ്റെ മുഖത്ത് ആദ്യം ക്ലാപ്പ് വെക്കുന്ന ജോഷിയാണ്. ശരി. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ പറയായിരുന്നു, അച്ഛൻ്റെ കൂടെ കുട്ടനങ്ങൾ വന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, പിന്നെ അച്ഛൻ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ സിനിമയിൽ ഈ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് തള്ളപ്പെടാം ഗ്രൂപ്പും വഴക്കും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു അർഹതയില്ലാത്തവർക്ക് കിട്ടുന്നതുണ്ടോ? ഒരു അർഹതയില്ല. അത് പറയുന്നില്ല ആരാന്നൊന്നും. ഒരു അർഹതയില്ലാത്തവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിനെന്താ വില? 2000 എന്ന് പറയുന്ന വർഷം ഞാൻ ഒറ്റ സിനിമയിൽ എൻ്റെ പുറത്ത് വന്നിട്ടില്ല. 2000 വിജയരാഘവൻ അഭിനയിച്ച ഒറ്റ സിനിമ പുറത്തിറങ്ങി ഞാൻ അഭിനയിച്ചില്ല.